എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് കൂൺ പറിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നാച്ചുറൽ കൂൺ. ഹനിയും അമ്മമ്മയും കൂടി ഇങ്ങനെ സന്തോഷിച്ച് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പറമ്പിൽ കൂൺ മുളച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും എന്താണെന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ച അണക്കെട്ടാണിത്. പണ്ട് അണക്കെട്ടായിരുന്നു, ഇപ്പോൾ പാലമായി. അപ്പോൾ ആ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ്, അവരുടെ പറമ്പിലാണ് കൂൺ മുളച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. സാധാരണ ഈ ഇടവം കർക്കിടക മാസങ്ങളിലാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ കൂൺ ഉണ്ടാവുന്നത്, മഴ പെയ്യുന്ന സമയത്ത്. പറിക്കുമങ്ങ ഇങ്ങോട്ട് കാണിക്കാൻ ഹനിതായി പിടിക്ക് പിടിക്ക് വേഗം നിൽക്കാൻ കഴിയില്ല. ടെർമൈറ്റ് മഷ്റൂം എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ഓഫ് മഷ്റൂമാണിത്. സാധാരണയായിട്ട് ഇത് ഉണ്ടാവുമ്പോൾ ഒരു ഏരിയയിൽ മുഴുവനായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ പറമ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് അവർക്കും കൂടി കൊടുക്കും. ഞാനൊരു കൊട ഇവിടെ വച്ചേക്കാം കേട്ടോ, കൊണ്ടുപോയി നോക്കാമേ. ആമ ഇവിടെ കുറേ ഉണ്ട് മേ. ഇനി കൊടുത്തു ഇതെല്ലാം ഇത് എന്താ പറയുക, ടെർമൈറ്റ് മഷ്റൂം എന്നാണ് നമ്മളിതിനെ നോർമലി പറയുക. അതിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട മഷ്റൂമാണിത്. ഞങ്ങൾ ലോക്കലി പെരുങ്കുമ്മൽ എന്നാണ് പറയുക. അപ്പോൾ ഇത് പറിക്കുമ്പോൾ മിണ്ടാണ്ട് ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് പറിക്കണം എന്നാണ് പണ്ടുള്ളവർ പറയുക. അത് കാരണമാണ് ഞങ്ങളിങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. നല്ലത് ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻ ക്യൂസിൻസിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മഷ്റൂം വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഈ പറിച്ചുകൊണ്ടിരിക്കുന്ന മഷ്റൂം പറിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എഡിബിളായിട്ടുള്ളതും എഡിബിൾ അല്ലാത്തതും, എസ്പെഷ്യലി പോയ്സണസ് ആയിട്ടുള്ള കുറേ മഷ്റൂം ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ പറിച്ച് കഴിക്കാൻ പാടുള്ളൂ. ഈ മഷ്റൂമിനാണെങ്കിൽ കുറേ മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് കൂടാണ്ട് ഇതിനാണെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആൻഡ് ആൻറ്റി ട്യൂമർ എഫക്ട്സും കൂടിയുണ്ട്. ഇത് കണ്ടോ, അതിങ്ങനെ കുറച്ച് അത്രയും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തല്ല, കുറച്ച് കാട് പോലെയൊക്കെ ഉള്ള സ്ഥലത്താണ് സാധാരണയായിട്ട് വളരുന്നത്. അപ്പോൾ വളരുമ്പോൾ ഇതേപോലെ കൂട്ടത്തോടെയാണ് വരിക. അപ്പം ഞങ്ങളാണെങ്കിൽ ഇത്രയും കളക്ട് ചെയ്തിട്ട് പൂവാണ്. അപ്പോൾ അതിൽ കൂടുതലുണ്ടായിരുന്നു, പിന്നെ കുറേ കൂടുതലുണ്ടായിരുന്നത് നേരത്തെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയി എന്നാണ് ആൻറ്റി പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുകയാണ്. കുറച്ചൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇത്തിരി അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പോർഷൻസൊക്കെ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളവും ഇട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലത്തെ വഴുവഴുപ്പുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞ് തണ്ടിലത്തെ മണ്ണൊക്കെ കളഞ്ഞ് തണ്ടൊക്കെ വെട്ടിയെടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കുന്നത്. അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. അതിന് ശേഷം കറി ഉണ്ടാക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.